അഴകോലും നിന്നെ നിർണയമൊരു നാളിൽ നീതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നീഴൽ പോലെ. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ വാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിനോട് നിസ്സംഗത കാണിക്കുന്ന ആളുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രവാചകൻ്റെ നാളിൽ പാപികൾക്ക് വേണ്ടിയുള്ള പ്രവചനമായിരുന്നു. യേശുവിൻ്റെ നാളിലും ഇന്നും നമുക്ക് ഈ നിസ്സംഗത പുലർത്തുന്ന ആളുകളെ കാണാൻ കഴിയും. പാപിയായ മനുഷ്യൻ്റെ ദുഷിച്ച ഹൃദയം പാപം മാത്രമേ ഉളവാക്കുന്നുള്ളൂ. മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നരകമാണ്. കർത്താവ് ഇപ്രകാരമാണ് അവരെക്കുറിച്ച് പറയുന്നത്: നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല. ദൈവത്തിൻ്റെ മാനസാന്തരപ്പെടുന്നതിനുള്ള സുവിശേഷം അവർ കേട്ട് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ വിധത്തിൽ നിങ്ങളും പാപത്തിൻ്റെ സ്വാധീനത്താൽ കഷ്ടപ്പെടുന്നില്ലേ? സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് സ്വയം യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. വിശ്വാസത്താൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.